നേരത്തെ എഴുന്നേറ്റോ? ഈ സമയത്തൊന്നും എഴുന്നേക്കുന്ന പതിവില്ലല്ലോ. ഇന്നലത്തെ കണ്ണേട്ടന്റെ അവസ്ഥ ആലോചിച്ചപ്പോ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ സഹജീവികളെ കുറിച്ചൊക്കെ നീ ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷെ നീയാ ചിന്തിക്കാത്തത്. എന്തിനാടി അങ്ങേരിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അങ്ങേർക്ക് കാട്ടീന്ന് പറിച്ചെടുത്ത് ഏതോ വൈദ്യര് കൊടുത്ത് പച്ചില മരുന്നുകൾ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ കൊണ്ട് കുടിപ്പിക്കുന്നത്? എന്റെ കണ്ണേട്ടന് എല്ലാവരെയും പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീൽ ചെയറിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റണം. ഒരിക്കലും നടക്കാത്ത കാര്യം അത്. വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ഇനി ഒരു കാട്ടുവൈദ്യം വിജയിക്കോ? കാട്ടുവൈദ്യനോ? അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാ. ആയുർവേദ ഡോക്ടർ ആണെങ്കിലേ അയാളെ പറ്റി ഞാൻ മൊബൈലിൽ റിസർച്ച് നടത്തിയായിരുന്നു. അയാള് കൂടുതലായിട്ടും കാട്ടിനകത്തെ പച്ചില മരുന്നുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാ. അതുകൊണ്ടല്ലേ അങ്ങേരുടെ വീടിന് പോലും അഗസ്ത്യകൂടമെന്ന് പേരിട്ടത്. മിക്കവാറും ഈ മരുന്നെല്ലാം കുടിച്ചു കഴിയുമ്പോഴേ ഇന്നലെ വൊമിറ്റ് ചെയ്ത പോലെ കഴിച്ചതൊക്കെ ഉള്ളിന്ന് പുറത്തു പോയി അഗസ്ത്യകൂടത്തിലെ ചികിത്സ കൊണ്ടേ നിന്റെ ഭർത്താവ് മിക്കവാറും ഒരു അസ്ഥ്യകൂടമായി മാറും. അദ്ദേഹം ദിവ്യ തേജസ്സുള്ള ഒരു ഡോക്ടറാ. അദ്ദേഹത്തിന് ഇതുവരെ പിഴവ് പറ്റിയിട്ടില്ല. എടി, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ മുതല് നിന്റെ മനസ്സില് അമ്മയാവണമെന്നുള്ള ആഗ്രഹം മുളപൊട്ടി. അതിന്റെ ഭാഗമായിട്ടല്ലേടി നീ ആ പാവത്തിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നീ സ്നേഹിക്കുന്ന ആളോടൊപ്പം നിനക്കങ്ങ് പോയിക്കൂടെ? ഞാൻ സ്നേഹിക്കുന്ന ആളോ? നീ ആരാ ഉദ്ദേശിച്ചത്? ആ, ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനകത്ത് എന്തേലും സത്യം കാണുന്നു വെച്ചോ. സത്യമുണ്ട്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. സാഗർ. അത് ഈ താലിയുടെ അവകാശിയെയാ. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിത്തന്ന എന്റെ കണ്ണേട്ടനെ. ആ, ഇതേ നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോയി നിന്ന് ആവർത്തിക്ക്. അയാള് നിന്നെ പതിവ്രതയെന്ന് വിളിക്കട്ടെ. ഒരു കാര്യം നീ ഓർപ്പിച്ചോ, കുറെ നാള് നീ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ ശ്രമങ്ങൾ തുടരും. അത് പൂർണ്ണ പരാജയമാവുമ്പോ നിന്റെ വൃത്തികെട്ട മനസ്സ് നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് എല്ലാരോടും ചോദിക്കും മഹാലക്ഷ്മി എവിടെ പോയിന്ന്. ആ സമയത്ത് നീ നിന്റെ കാമുകന്റെ നെഞ്ചിലെ ചൂടേറ്റ് കാറിൽ യാത്ര ചെയ്യായിരിക്കും. നിന്നെപ്പോലെ തരംതാണ രീതിയിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കരുണേ. അല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറഞ്ഞേനെ. എന്റെ അമ്മ എന്നെ വളർത്തിയത്, അല്ലാതെ രണ്ടാനച്ഛനല്ല. അങ്ങനെ രണ്ടാനച്ഛനാണ് വളർത്തിയിരുന്നെങ്കിൽ ചിലപ്പോ നീ പറഞ്ഞതൊക്കെ സംഭവിച്ചേനെ. അതായത് നീ പറയേണ്ടത് പറയാതെ പറഞ്ഞല്ലേ? എന്റെ അച്ഛൻ വളർത്തിയ വഴിതെറ്റി പോകുന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എന്ന് വെച്ചാ എന്റെ അച്ഛൻ വളർത്തിയത് കൊണ്ട് ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നു, അതല്ലേ നീ ഉദ്ദേശിച്ചേ? അങ്ങനെ നിനക്ക് തോന്നിയെങ്കിലേ ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. അടിച്ചു നിന്റെ ആണപ്പല്ല് താഴെയിടും ഞാൻ. എന്നൊന്ന് അടിച്ചു നോക്ക്. വീട്ടിൽ വെച്ച് അതൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലേ നിന്നെക്കാളും കരുത്തുണ്ട് ഈ കൈക്ക്. എന്റെ കരുണത്തെ നീ അടിച്ചാ എന്റെ അണപ്പല്ല് താഴെ വീഴില്ല. എന്നാൽ അതേ ശക്തിയിൽ തിരിച്ച് ഞാനൊരെണ്ണം തന്നാലുണ്ടല്ലോ, നിന്റെ അണപ്പല്ല് മാത്രമല്ല അതിനടുത്ത് നിൽക്കുന്ന പല പല്ലുകളും താഴെ വീണെന്നിരിക്കും. ആഹാ, അത്രയ്ക്കായോ? എന്നെ ഒന്ന് തല്ല് നീ എന്നെ. നീയല്ലേ എന്നെ തല്ലെന്ന് പറഞ്ഞത്, ആദ്യം നീ തല്ല്.